എന്താണ് കുതിരശക്തി? എങ്ങനെയാണ് അതിന് ആ പേര് കിട്ടിയത്? ഹായ്, ബൈജരാജ് ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 1698 തോമസ് സാവിയോ എന്നൊരാൾ നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന എഞ്ചിൻ കണ്ടുപിടിച്ചു. ഇന്നത്തെ സ്റ്റീം എഞ്ചിന്റെ ആദ്യ രൂപം. അതിനുശേഷം അതുപോലുള്ള എഞ്ചിനുകൾ പല ആളുകളും ഉണ്ടാക്കി. ഏകദേശം 80 വർഷം കഴിഞ്ഞിട്ട് ജെയിംസ് വാട്ട് എന്നൊരു എഞ്ചിനീയർ, അദ്ദേഹം ക്ലാസിക് ന്യൂകോമൻ സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെയുള്ള എഞ്ചിൻ മോഡിഫൈ ചെയ്തിട്ടും ഇന്ന് കാണുന്ന രീതിയിലുള്ള സ്റ്റീം എഞ്ചിൻ ഡിസൈൻ ചെയ്തു. വളരെ എഫക്റ്റീവായിരുന്നു അത്. അന്ന് വിപണിയിൽ ഉണ്ടായിരുന്ന മറ്റ് സ്റ്റീം എഞ്ചിനേക്കാളും വെറും 75% എനർജി കുറച്ചുകൊണ്ട് അന്നുള്ള എഞ്ചിന്റെ അതേ പവറിൽ വർക്ക് ചെയ്യും എന്ന് അദ്ദേഹം പരസ്യം ചെയ്തിട്ടാണ് ഈ വിൽപ്പന നടത്തിയത്. അന്ന് ഡീസൽ എഞ്ചിനോ പെട്രോൾ എഞ്ചിനോ ഒന്നുമില്ല. വലിയ ഭാരങ്ങൾ വലിക്കാനും അതുപോലെ തന്നെ ഖനിയിൽ നിന്ന് സാധനങ്ങളെല്ലാം മുകളിലേക്ക് ഉയർത്തുവാനായിട്ട് ഉപയോഗിച്ചിരുന്നത് കുതിരകളെയാണ്. അത് കാരണം തന്നെ ഈ സ്റ്റീം എഞ്ചിൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ തങ്ങളുടെ എത്ര കുതിരയ്ക്ക് പകരം അതേ കാര്യം ചെയ്യാൻ പറ്റും എന്ന് ആളുകൾക്ക് അറിയണമായിരുന്നു. ജെയിംസ് വാട്ട് ഈ കമ്പനിയിൽ വരുന്നതിന് മുന്നേ മറ്റൊരു ഖനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ ഒരു കുതിര എത്രമാത്രം പ്രവൃത്തി ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ കുതിര ഒരേ രീതിയിൽ വർക്ക് ചെയ്താൽ, അതായത് കൂടുതലും കുറവുമല്ലാതെ ഒരു സാധാരണ രീതിയിൽ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 33,000 പൗണ്ട് അടി വർക്ക് ചെയ്യുമെന്ന് അദ്ദേഹം കണക്ക് കൂട്ടി. അതായത് 33,000 പൗണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ഒരടി കുതിര വലിച്ചുയർത്തും. 33,000 പൗണ്ട് കുതിരയ്ക്ക് വലിക്കുവാൻ സാധിക്കില്ല. അതിന് പകരം 330 പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് കുതിര അത് 100 അടി വലിക്കും. അല്ലെങ്കിൽ 3,300 പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 10 അടി വലിക്കും ഒരു മിനിറ്റ് കൊണ്ട്. അതാണ് 33,000 പൗണ്ട് അടി എന്നത്. അതാണ് ഒരു കുതിരയ്ക്ക് വലിക്കാൻ പറ്റുന്ന ശക്തി ഒരു ദിവസം മുഴുവൻ. അതിന് അദ്ദേഹം ഒരു കുതിരശക്തി, അതായത് ഹോഴ്സ് പവർ എന്ന് പേരിട്ടു. അത് കാരണം തന്നെ ഈ ജെയിംസ് വാട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റീം എഞ്ചിൻ വാങ്ങുകയാണെങ്കിൽ 10 ഹോഴ്സ് പവർ ഉള്ള സ്റ്റീം എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ 10 കുതിര ചെയ്യുന്ന ജോലി ഓരോ ദിവസവും ഈ സ്റ്റീം എഞ്ചിൻ കൊണ്ട് നടക്കും. ഈ കണക്ക് എല്ലാവർക്കും ബോധ്യമായി. അത് കാരണം തന്നെ പിന്നീട് ആളുകൾ ഇതുപോലുള്ള മെഷീൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഹോഴ്സ് പവർ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പവറിന്റെ SI യൂണിറ്റ് വാട്ടാണ്. അത് ഈ ജെയിംസ് വാട്ടിന്റെ കണ്ടെത്തലാണ്. ഈ വാട്ട് കണക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. ഇത് SI യൂണിറ്റിലേക്ക് ആക്കിയപ്പോൾ, അതായത് കിലോഗ്രാമിലേക്കും മീറ്ററിലേക്കും ആക്കിയപ്പോൾ കുറച്ച് വ്യത്യാസം വന്നു. SI യൂണിറ്റിൽ ഹോഴ്സ് പവർ പറയുന്ന സമയത്ത് അദ്ദേഹം ഇത് റീഡിഫൈൻ ചെയ്തു. 75 കിലോഗ്രാം ഭാരം ഒരു സെക്കൻഡ് കൊണ്ട് 1 മീറ്റർ ഉയർത്തണം. ആ കണക്ക് വന്ന സമയത്ത് 746 പകരം 735 വാട്ട്സ് ആയി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ 75 കിലോഗ്രാം ഭാരം ഒരു സെക്കൻഡ് കൊണ്ട് 1 മീറ്റർ ഉയർത്തുക. അതാണ് ഒരു കുതിരശക്തി. ഇതുപോലെ കൗതുകകരവും വിജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജരാജ്.